ജനറൽ സെറ്റിംഗ്സിൽ മെനു പെർമിഷന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ട് പെർമിഷൻ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിപ്പോർട്ട് പെർമിഷൻ പേജ് ഓപ്പൺ ആവുന്നു. നമ്മൾ മെനു പെർമിഷനിൽ യൂസർ ടൈപ്പിന് ഓരോ മെനുസും അലോക്കേറ്റ് ചെയ്തതുപോലെ ഇവിടെ നമ്മൾ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം ഓരോ യൂസർ ടൈപ്പിനും റിപ്പോർട്ട് പെർമിഷനാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ യൂസർ ടൈപ്പ് ഓപ്ഷനിൽ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ടൈപ്പിന്റെ ലിസ്റ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അക്കൗണ്ടന്റ് യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. യൂസർ ടൈപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ടേബിളിൽ ഓരോ റിപ്പോർട്ടിൻ്റെയും നെയിം കാണാം. അതുപോലെ ഓരോ റിപ്പോർട്ടിൻ്റെയും ഏത് മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളതെന്ന് കാണാൻ സാധിക്കും. എക്കോക്സിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ടേബിളിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന യൂസർ ടൈപ്പിന് ഏതൊക്കെ റിപ്പോർട്ടാണ് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ടന്റ് യൂസർ ടൈപ്പിന് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാത്രം വ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട്സ് മൊഡ്യൂൾ വരുന്ന ഓരോ റിപ്പോർട്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു റിപ്പോർട്ട്സിൻ്റെ ഓപ്ഷൻസ് മാത്രം വ്യൂ ചെയ്യാനായിരിക്കും സാധിക്കുക. ഇതുപോലെ ഓരോ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു യൂസർ ടൈപ്പിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സ് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ നമുക്കിവിടെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് നെയിം സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ നമുക്ക് റിപ്പോർട്ട് നെയിം എൻ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഫിൽട്ടർ ഐക്കൺ അവൈലബിൾ ആണ്. ഈ ഒരു ഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു യൂസർ ടൈപ്പിന് എല്ലാ റിപ്പോർട്ട്സും നമുക്ക് പെർമിഷൻ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ റിപ്പോർട്ട്സിലും മാർക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ട്സും വ്യൂ ചെയ്യാൻ ആ ഒരു യൂസർ ടൈപ്പിന് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പെർമിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.